ഡിയർ ഫ്രണ്ട്സ്, CUET എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഡ്യൂബ്ലിക്സ് അവതരിപ്പിക്കുന്ന ബയോളജി പേപ്പറിൻ്റെ PYQ അനാലിസിസിൽ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് ഫ്ലോക്സ് ആർ. എന്താണ് സീവേജ് ട്രീറ്റ്മെൻറ്റ്? അഥവാ സീവേജ് എന്ന് പറയുന്നത് അർബൻ ഏരിയകളിൽ, പ്രധാനമായിട്ടും വേസ്റ്റ് വാട്ടറാണ് സീവേജ് എന്ന് പറയുന്നത്. അർബൻ ഏരിയകളിലുള്ള ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടറിനെ ഡയറക്റ്റായിട്ട് എൻവയോൺമെൻറ്റിലേക്ക് നമുക്ക് ഫ്ലോ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഒഴുക്കി കളയാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ ഈ വാട്ടറിനെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കിക്കൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം എൻവയോൺമെൻറ്റിലേക്ക് ഒഴുക്കി കളയും, വാട്ടർ ബോഡികളിലേക്ക് ഒഴുക്കി കളയും. അല്ലാത്ത പക്ഷം ഇത് വലിയ ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കും. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ഫ്ലോക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീവേജ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലാണ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ആദ്യ 2 പ്ലാന്റുകളും കൂടാതെ ഒരു സെറ്റിലിംഗ് ടാങ്കുമാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റിൽ അല്ലെങ്കിൽ ആദ്യത്തെ ടാങ്കിൽ ആ വെള്ളം ആദ്യത്തെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ വാട്ടർ കൊണ്ടുവരും. അങ്ങനെ അതിൽ ഈ സോളിഡ് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ഫ്ലോട്ട് ചെയ്യുന്ന ഡീബ്രീസുകൾ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ടുള്ള ഫിൽട്രേഷൻ വിധേയമാക്കിക്കൊണ്ട് അതിൽ ഫ്ലോട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യും. ശേഷം അതിലുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഗ്രിറ്റ്സ് അതിൽ അടിയാൻ സെഡിമെൻറ്റേഷന് വിധേയമാക്കും, സെഡിമെൻറ്റേഷൻ അലോ ചെയ്യും. സെഡിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സ്ലഡ്ജ് രൂപപ്പെടും. ആ സ്ലഡ്ജ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ മുകളിലുള്ള സൂപ്പർനാറ്റൻ്റ് ആയിട്ടുള്ള എഫ്ലുവൻറ്റിനെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ബയോകെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സെക്കൻഡ് പ്ലാന്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എയറേഷനും അജിറ്റേഷനുമാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള എയറേഷനും അജിറ്റേഷനും നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ എഫ്ലുവൻറ്റിലുള്ള ഓർഗാനിക് മാറ്ററിന്മേൽ ബാക്ടീരിയകളും അതുപോലെ തന്നെ ഫംഗസുകളും വളരുന്ന സമയത്ത് ഈ ഒരു വാട്ടറിൽ ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ, ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ രൂപപ്പെടും. അഥവാ ഫംഗൽ ഫിലമെൻറ്റുകളും ബാക്ടീരിയൽ കോളനികളും കൂടി ചേർന്നിട്ട് ഒരു ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചറുകൾ രൂപപ്പെടും, ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ രൂപപ്പെടും. ആ മെഷ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്ലോക്ക് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടോ, മാസ് ഓഫ് ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെന്റ്. അപ്പോൾ നമ്മൾ ഉത്തരം എന്താണ്? 3rd ഓപ്ഷനാണ്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടി നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അഥവാ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും ഏതുവരെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടോട്ടൽ എഫ്ലുവൻറ്റിൻ്റെ BOD അഥവാ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD റെഡ്യൂസ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, അത് തുടരും. അഥവാ BOD എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെ ബാക്ടീരിയക്ക് ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് BOD എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ധാരാളം ഓർഗാനിക് മാറ്റർ ഉണ്ടായത് കൊണ്ട് തന്നെ BOD കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ ഈ ബാക്ടീരിയകൾ വളർന്നു കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ ധാരാളം നടന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഓർഗാനിക് മാറ്ററുകൾ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൽ ഓർഗാനിക് മാറ്ററിൻ്റെ അളവ് കുറഞ്ഞു, അഥവാ അതിൻ്റെ പ്യൂർ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ BOD കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ 3rd ടാങ്കിലേക്ക് മാറ്റും. അവിടെ വെച്ച് അവിടെ സ്ലഡ്ജ് രൂപപ്പെടും. അഥവാ അവിടെ സെഡിമെൻറ്റേഷന് വിധേയമാക്കും. ഈ ഒരു എഫ്ലുവൻറ്റിനെ സെഡിമെൻറ്റേഷന് വിധേയമാക്കുമ്പോൾ അവിടെ എന്ത് രൂപപ്പെടും? ഈ സെഡിമെൻറ്റ് ചെയ്ത ഈ ഒരു സ്ലഡ്ജിനെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയും. അങ്ങനെ മുകളിലുള്ള സൂപ്പർ നാറ്റൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ബോഡികളിലേക്ക് ഒഴിവാക്കി കളയും. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ ബയോഗ്യാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കമ്പയർ ചെയ്യാനാണ്. ആദ്യത്തെ സ്റ്റാറ്റിൻ്റെ പെയർ ആരാണ്? സ്റ്റാറ്റിൻ പ്രൊഡ്യൂസ്ഡ് ബൈ. എന്താണ് സ്റ്റാറ്റിൻ ഒരു കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആണ്. അഥവാ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ അധികമാകുന്ന സമയത്ത് സ്റ്റാറ്റിൻ ഒരു കൊളസ്ട്രോൾ സിന്തസിസിൽ ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈമുകളെ കോമ്പറ്റിറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് കൊളസ്ട്രോൾ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആണ് സ്റ്റാറ്റിൻ. അപ്പോൾ കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിൻ പ്രൊഡ്യൂസ്ഡ് ബൈ മോണോസ്കസ് പർപ്പൂരിയസ്.
അപ്പോൾ A3. അപ്പോൾ A3 ആയിട്ടുള്ള 2 ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഓപ്ഷൻ മാത്രമേ കറക്റ്റായി വരുള്ളൂ. അടുത്തത് എന്താണ്? ക്ലോട്ട് ബസ്റ്റർ. ക്ലോട്ട് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെപ്റ്റോകൈനേസ് ആണ് ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് ഈ ക്ലോട്ട് ബസ്റ്റർ അഥവാ നമ്മളെ ഹേർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പീപ്പിൾ അഥവാ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകുന്ന പീപ്പിൾസിൽ പേഷ്യൻസിൽ അവരുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ടാവും ബ്ലഡ് വെസലുകളിൽ. ആ ബ്ലഡ് ക്ലോട്ട് ചെയ്ത ബ്ലഡിനെ ആ ക്ലോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനേസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ആണ് സ്ട്രെപ്റ്റോകൈനേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉത്തരം ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ. ഇനി അടുത്തത് സ്വിസ് ചീസും സൈക്ലോസ്പോറിൻ എ. സ്വിസ് ചീസ് ഫോർത്ത് ഓപ്ഷൻ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനിയാണ് സ്വിസ് ചീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ പേര്. കാരണം സ്വിസ് ചീസിൽ ധാരാളം ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനി കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ വഴി ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ ഉണ്ടാക്കുന്നത് ട്രൈക്കോഡെർമ സ്പീഷീസുകളാണ്. സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്. അഥവാ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഓർഗനെ ഒരു ഫോറിൻ ബോഡി ആയിട്ട് നമ്മുടെ ശരീരം ആ പേഷ്യൻറ്റിൻ്റെ ശരീരം ഐഡൻറ്റിഫൈ ചെയ്യും. ആ സമയത്ത് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഈ ഒരു ഫോറിൻ ബോഡിയെക്കെതിരെ റിയാക്ട് ചെയ്ത് ആ ഫോറിൻ ബോഡി ആയിട്ടുള്ള ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഓർഗനെ റിജക്റ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയെ ആ സാഹചര്യത്തിൽ കുറക്കണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ടാണ് മോളിക്യൂളാണ് സൈക്ലോസ്പോറിൻ എ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. The question is, the beetle used as a biocontrol agent for aphids and mosquitoes. ആഫിഡ്സും അതുപോലെ മോസ്കിറ്റോയ്ക്കും എതിരെ അഥവാ നമ്മളെ ഫാം ലാൻഡുകളിൽ ഫാമേഴ്സിനെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഇൻസെക്ട്സ് ആണ് ആഫിഡ്സ്. അപ്പോൾ ഈ ആഫിഡ്സിനെ എതിരെ ഉപയോഗിക്കുന്ന ബയോ കൺട്രോൾ ഏജൻ്റായിട്ടുള്ള ബീറ്റിൽ ഏതാണെന്നാണ്. ആ ബീറ്റിൽ അതിൻ്റെ ശരിയായ ഉത്തരം ലേഡി ബേർഡാണ്. ലേഡി ബേർഡാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഈ ബ്രെഡും ബ്ലാക്കും സർഫസ് ഉള്ള ഈ ജീവിയാണ് ഈ ലേഡി ബേർഡ് എന്ന് പറയുന്നത്. ഈ ലേഡി ബേർഡ് നമുക്ക് ആഫിഡ്സിനെതിരെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആഫിഡ്സിനെതിരെ ഒരു ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് മെത്തേഡ് ഇൻവോൾവ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോ റിയാക്ടറിൽ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് പാക്കിംഗ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷനാണ്. എന്നാൽ ഫെർമെൻറ്റേഷന് മുൻപുള്ള ഐഡൻറ്റിഫിക്കേഷനും ആംപ്ലിഫിക്കേഷനും ഫെർമെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അപ്സ്ട്രീം പ്രോസസ്സാണ്. അഥവാ ഫെർമെൻറ്റേഷൻ അടക്കം തുടക്കം മുതൽ ഒരു ഡിസയർ ആയിട്ടുള്ള ഒരു DNA ഐഡൻറ്റിഫൈ ചെയ്ത് ആ മൊത്തം DNA-യിൽ നിന്നും ആ DNA ഫ്രാഗ്മെൻറ്റിനെ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതൊരു ക്ലോണിംഗ് വെക്ടറിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതൊരു ഹോസ്റ്റ് ബാക്ടീരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ബയോറിയാക്ടറിൽ അതിനെ ഫെർമെൻറ്റേഷൻ നടത്തുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് അപ്സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്സ്ട്രീം പ്രോസസ്സിംഗ് ആണ് ഇതിലുള്ള ബാക്കി 3 ഓപ്ഷൻസും. അതിൽ ശരിയായ ഉത്തരം പ്യൂരിഫിക്കേഷൻ ആണ്. ഫെർമെൻറ്റേഷന് ശേഷം അതിൻ്റെ സ്റ്റോറേജ് വരെയുള്ള പ്യൂരിഫിക്കേഷനും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും പ്രോസസ്സിങ്ങും അടക്കം ഉള്ള പ്രോസസ്സുകളാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ which of the following is not the correctly matched pair of organism and its respective cell wall degrading enzyme. അഥവാ ഇവിടെ ഒരു ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഓർഗാനിസത്തിൻ്റെ സെൽ വാളിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈമുകളും കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതിൽ കറക്റ്റ് മാച്ചിങ് അല്ലാത്തത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത് ഫംഗസ് ആണ്. ഫംഗസിൻ്റെ സെൽ വാൾ ഉണ്ടാക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. കൈറ്റിനെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൈറ്റിനേസ് ആണ്, കറക്റ്റാണ്. ആൽഗെ
ആൽഗയുടെ സെൽ വാൾ സെല്ലുലോസ് ആയതുകൊണ്ടാണ്. അപ്പോൾ വേണ്ടത് സെല്ലുലേസ് ആണ് വേണ്ടത്, പക്ഷെ ഇവിടെ മെഥൈലേസ് ആണ്. മിഥൈലേസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? DNA മിഥൈലേഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റായ ഉത്തരമാണ്. അപ്പോൾ ഉത്തരം സെക്കൻഡ് ഓപ്ഷൻ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബാക്ടീരിയ ഇൻ എ സീക്വൻസ് ഫ്രം ഇനീഷ്യേഷൻ ടു എൻഡ്. അഥവാ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, തുടക്കം മുതൽ അവസാനം വരെയുള്ള. അഥവാ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ RDNA ടെക്നോളജി വഴി റീകോംബിനൻ്റ് DNA ഉണ്ടായതിനു ശേഷം ആ DNAയെ ഒരു ഹോസ്റ്റ് ബാക്ടീരിയക്കകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഒരു ഡൈവാലന്റ് കാറ്റയോൺ ആയിട്ടുള്ള കാൽഷ്യം 2+ പോലുള്ള അയോൺ ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഡൈവാലന്റ് കാറ്റയോൺ വെച്ച് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിലുണ്ടോ? ഉണ്ട്. സെക്കൻഡ് B ആണ് ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് B ഉള്ളത് 2ഉം 3ഉം ഓപ്ഷൻസ് ആണ്. അപ്പോൾ 2ഉം 3ഉം ഓപ്ഷൻസ് മാത്രമേ ഇനി ഉത്തരമായി വരാൻ പാടുള്ളൂ. അടുത്തത് എന്താണ്? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സെല്ലിൻ്റെ അകത്തേക്ക് ആ സമയത്ത് ഈ ഡൈവാലന്റ് കാറ്റയോൺ വെച്ച് ട്രീറ്റ് ചെയ്താൽ അതിൻ്റെ എഫിഷ്യൻസി, അതിനെ DNA ടേക്കപ്പ് ചെയ്യാനുള്ള എഫിഷ്യൻസി കൂടും. കാരണം ഈ DNA എന്ന് പറയുന്നത് പോളാറാണ്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂളാണ്. അപ്പോൾ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ്റെ അകത്തേക്ക് സിമ്പിളായിട്ട് അകത്തേക്ക് അടക്കാൻ കഴിയൂല. ആ സാഹചര്യത്തിൽ ഈ സെൽ വാളിനെ കുറച്ചുകൂടി ഈസി ആയിട്ട്, അല്ലെങ്കിൽ സെല്ലിൻ്റെ അകത്തേക്ക് ഈസി ആയിട്ട് DNA കടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡൈവാലന്റ് കാറ്റയോൺ വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ ഒരു ടേക്കപ്പ് ചെയ്യുന്ന എഫിഷ്യൻസി കൂടും. അടുത്തത് എന്താണ്? ഈ ഒരു DNA നമ്മൾ ഈ ഒരു ഐസിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ DNA ഈ ഒരു സെല്ലുകളിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോവർ ടെമ്പറേച്ചറിൽ ഐസിൽ ട്രീറ്റ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് ഇൻക്യുബേഷൻ ഓഫ് RDNA വിത്ത് ബാക്ടീരിയൽ സെൽ ഓൺ ഐസ്. സെക്കൻഡ് പോയിന്റ് ഏതാണ്? സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ്? A ആണ്. അപ്പോൾ BA എന്നുള്ള ഒറ്റ പോയിന്റേ ഉള്ളൂ. അത് സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാണ്? ഉത്തരം ആൻസർ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ഷോക്ക് കൊടുക്കും. ഹീറ്റ് ഷോക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഐസിലേക്ക് തന്നെ കൊണ്ടുവരും. ഐസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയക്കകത്തേക്ക് ഈ റീകോംബിനൻ്റ് DNA ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയിൽ ഈ റീകോംബിനൻ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ആ പ്രൊഡക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആൻറ്റിബയോട്ടിക് ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അഗാർ പ്ലേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ELISA. DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ടാണ്, ഒരിക്കലും ELISA വെച്ചല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. A തെറ്റാണ്. അപ്പോൾ A തെറ്റായിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകും. ട്രാൻസ്ഫോർമേഷൻ ഈസ് എ പ്രൊസീജിയർ ത്രൂ വിച്ച് എ പീസ് ഓഫ് DNA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഹോസ്റ്റ് ബാക്ടീരിയ. അത് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് DNA പാർട്ടിക്കിൾസ് DNAയെ ഒരു ഹോസ്റ്റ് ബാക്ടീരിയക്കകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റാണ്. അപ്പോൾ അടുത്തത് എന്താ? C. അപ്പോൾ B ഉള്ള ഓപ്ഷൻ ഏതാണ്? ഈ Aയും Bയും എന്നുള്ള ഇത് ഒരിക്കലും ആൻസറായി വരില്ല. അപ്പോൾ 1, 4 ആയിട്ടേ ആൻസർ വരുള്ളൂ. അടുത്തത് C ആണ്. C എന്താ? റീകോംബിനൻ്റ് DNA ടെക്നോളജി ഡസ് നോട്ട് ഇൻവോൾവ് ഐസൊലേഷൻ ഓഫ് എ ഡിസൈർഡ് DNA ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ എന്താണ് RDNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ? RDNA ടെക്നോളജി പറഞ്ഞാൽ സിമ്പിൾ അല്ലേ? ഒരു ഡിസൈർ ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റിനെ, അത് ഡിസൈർ ആയിട്ടുള്ള പ്രോട്ടീനുള്ള DNA ഫ്രാഗ്മെൻറ്റിനെ ഒരു ഹോസ്റ്റ് ബാക്ടീരിയയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? RDNA ടെക്നോളജി എന്ന് പറയുന്നത്, റീകോംബിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും ഡിസൈർ DNAയുടെ ഐസൊലേഷൻ നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ ഒരു ഐസൊലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും തെറ്റാണ്. അപ്പോൾ Aയും Cയും തെറ്റാണ്. ഇനി D തെറ്റാണോ? DNA ligases are used for stitching DNA fragment into vector. DNA ligases എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഗ്ലൂസ് ആണ്. അതുകൊണ്ട് തന്നെ DNA ലിഗേസ് DNAയെ സ്റ്റിച്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ D എന്താണ്? ശരിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ Aയും Cയും മാത്രമേ ഇൻകറക്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം ഏതാണ്?
നമ്മളെ ഉത്തരം ഫസ്റ്റ് ഓപ്ഷനാണ്. So now we are going to 18th question. When an insect feed on the BT plant, the insect dies due to the conversion of inactive protein into active protein. അത് ഏതൊരു സാഹചര്യത്തിലാണ് ആ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ആക്റ്റീവായിട്ട് മാറുക? ആ ക്രൈ പ്രോട്ടീൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജിയിൽ. അഥവാ BT പ്ലാന്റ്സിൻ്റെ ക്രൈ പ്രോട്ടീന് പ്രത്യേക എൻവയോൺമെൻറ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇനാക്ടിവിറ്റി ആക്റ്റീവായിട്ട് മാറും. അത് ഇനാക്റ്റീവായിട്ടുള്ള പ്രോട്ടീൻ ആക്റ്റീവായിട്ട് മാറും. അതേതായിരുന്നു? ഇൻസെക്റ്റിൻ്റെ ഗട്ട് എന്ന് പറയുന്നത് അവിടെ ആൽക്കലൈൻ pH ആണ്. ആ ആൽക്കലൈൻ എൻവയോൺമെൻറ്റിൽ വെച്ച് ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ക്രൈ പ്രോട്ടീൻ ആക്റ്റീവായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉത്തരം എന്താണ്? ആൽക്കലൈൻ pH ഓഫ് ഗട്ട്. ശരിയായ ഉത്തരം ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ. നമ്മളെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഹ്യൂമൺ ഇത് പ്രോബ്ലം ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇത് ആക്റ്റീവ് ആകില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഗട്ടിൽ നമ്മുടെ ശരീരത്തിൽ ഇൻഡസ്ട്രിയിലുള്ള pH എന്ന് പറഞ്ഞാൽ ആസിഡിക് pH ആണ്. ആസിഡിക് pHൽ ഈ ഒരു പ്രോട്ടീന് ഇനാക്റ്റീവ് ആണ്. ആക്റ്റീവ് ആകുന്നത് ആൽക്കലൈൻ pH ആണ്. പക്ഷേ ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻസെക്റ്റിൻ്റെ ഗട്ട് എന്ന് പറയുന്നത് ആൽക്കലൈൻ pH ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ അത് ആക്റ്റീവ് ആവും. അതുകൊണ്ട് തന്നെ ഇൻസെക്റ്റിന് ഹാം ആണത്. സോ നൗ വി ആർ ഡിസ്കസിങ് 90th question. 90th questionൽ 2 ലിസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ജീൻ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ യൂസാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്, അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ എന്തിനാണ് ഉപയോഗിക്കുക? എൻഫിസീമ ട്രീറ്റ്മെൻറ്റിനാണ് ഉപയോഗിക്കുക. അപ്പോൾ A3 ആണ്. A3 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? ഫസ്റ്റ് ആൻഡ് തേർഡ് ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും നമുക്ക് കറക്റ്റ് ആവാൻ സാധ്യത ഉണ്ട്. ഇനി അടുത്തത് ബി ഏതാണ്? ക്രൈവൺ AC. നമുക്കറിയാം ക്രൈവൺ AC-യും Cry2AB-യും കോട്ടൺ ബോൾവേംസിനെതിരെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അഥവാ ക്രൈ പ്രോട്ടീനുകൾ സ്പെസിഫിക് ആണെന്ന് നമുക്കറിയാം. ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈ പ്രോട്ടീനുകൾ ചില സ്പെസിഫിക് വേംസിനെതിരെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ കോട്ടൺ ബോൾവേംസിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈ പ്രോട്ടീനാണ് ക്രൈവൺ AC-യും Cry2AB-യും. അപ്പോൾ B4 ആണ്. B4 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആ ഓപ്ഷൻ ഏതാണ്? അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. അതുപോലെ തന്നെ അടുത്തത് ആൻറ്റിസെൻസ് RNA. ആൻറ്റിസെൻസ് RNA നമ്മളിവിടെ പഠിച്ചത് RNA ഇൻ്റർഫറൻസ് mRNA സൈലൻസിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ ഏതാണ്? C1 ആണ്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ക്രൈവൺ AB. അടുത്തത് ക്രൈവൺ AB നമ്മൾ ഉപയോഗിക്കുന്നത് കോൺ ബോറേഴ്സിനെതിരെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ. നോ വി ആർ ഗോയിങ് ടു 20th question. എന്താണ് 20th question? എക്സ്പാൻഡ് GESC എന്ന് പറഞ്ഞാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, അഥവാ ഇന്ത്യൻ ഗവൺമെൻറ് രൂപപ്പെടുത്തിയ ഒരു അപ്രൂവൽ കമ്മിറ്റിയാണ്, ഒരു ബോർഡാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഈ കമ്മിറ്റി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ GMOകളെ അപ്രൂവ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി.